ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് ഇതുവരെ 76.04% പോളിംഗ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്ന് പോളിംഗ് നടന്നത്. വോട്ടെടുപ്പിന്റെ സമയപരിധി 6 മണിയോടെ പൂർത്തിയായെങ്കിലും ക്യൂവിൽ അവശേഷിച്ചിരുന്നവർക്ക് വോട്ട് ചെയ്യാൻ ക്രമീകരണമൊരുക്കിയിരുന്നു. മികച്ച ജനപങ്കാളിത്തമാണ് മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ ദൃശ്യമായത്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. 1ഉം 2ഉം ഘട്ടങ്ങളിലായി 73.66% പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. തൃശൂർ ജില്ലയിൽ 72.38%, പാലക്കാട് 76.27%, മലപ്പുറത്ത് 77.42% പോളിംഗ് രേഖപ്പെടുത്തി. കോഴിക്കോട് വോട്ടിംഗ് ശതമാനം 77.14%, വയനാട് 78.21%, കണ്ണൂരിൽ 76.68%, കാസർഗോഡ് 74.84% ഇതുവരെയുള്ള പോളിംഗ്. വയനാട് ജില്ലയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ്. തൃശൂരാണ് പോളിംഗ് ഏറ്റവും കുറവ്. കാസർഗോഡ്, മംഗൽപാടി, മടിക്കൈ ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡിലും, കണ്ണൂർ, ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡുകളിലും, കണ്ണപുരം, മലപ്പട്ടം ഗ്രാമപഞ്ചായത്തുകളിലായി 9 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഈ വാർഡുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പുണ്ടായിരുന്നില്ല. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിമ്പാടം 7ാം വാർഡിലെ സ്ഥാനാർത്ഥി മരിച്ച സാഹചര്യത്തിൽ ആ വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളുടെയും മെഷീനുകൾ ഒരു ടേബിളിൽ തന്നെയായിരിക്കും എണ്ണുക. ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയ്ക്ക് അതത് സ്ഥാപന തലത്തിലുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് അവസാനിച്ചതിനാൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിച്ച പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിർദ്ദേശിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഹരിതചട്ടം പാലിക്കാൻ ശ്രദ്ധിക്കണം. റോഡിലും പൊതുസ്ഥലങ്ങളിലുമുള്ള പ്രചാരണ ബോർഡുകൾ, ബാനറുകൾ എന്നിവ ഉടൻ നീക്കം ചെയ്യാൻ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മുൻകൈയെടുക്കണം. ഭരണസമിതിയുടെ കാലാവധി ഈ മാസം 20-ന് അവസാനിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഈ മാസം 21-ന് മുൻപ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ രാജ്യസഭയിൽ പൂർത്തിയായി. ദേശീയ ഗീതമായ വന്ദേമാതരം രാഷ്ട്രത്തിന്റെ ആത്മാവിനെ ഉണർത്തുന്ന മന്ത്രമാണെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്രമന്ത്രി JP നഡ്ഡ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 80-ലധികം അംഗങ്ങളാണ് വന്ദേമാതരം ചർച്ചയിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും രാജ്യസഭയിൽ ഇന്ന് നടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും വിശ്വാസ്യത വീണ്ടെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കണമെന്നും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ് MP അജയ് മാക്കൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾക്ക് കോൺഗ്രസ് ഭരണകാലത്ത് വേണ്ടത്ര പരിഗണന നൽകിയിരുന്നില്ലെന്ന് BJP നേതാവ് സുധാൻഷു ത്രിവേദി ചർച്ചയിൽ ആരോപിച്ചു. അരുണാചൽ പ്രദേശിലെ ആഞ്ചാവ് ജില്ലയിലുണ്ടായ അപകടത്തിൽ 21 പേർ മരിച്ചതായി റിപ്പോർട്ട്. 14 മൃതദേഹങ്ങൾ കണ്ടെത്തി. 22 പേരുമായി പോയ ട്രക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ മാസം 3, 4, 5 തീയതികളിൽ ഇൻഡിഗോ എയർലൈൻസിന്റെ പ്രവർത്തന തടസ്സം മൂലം ബുദ്ധിമുട്ട് നേരിട്ട ഉപഭോക്താക്കൾക്ക് കമ്പനി 10,000 രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. അടുത്ത 12 മാസത്തിനുള്ളിൽ ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യാവുന്ന വൗച്ചറുകളുടെ രൂപത്തിലാണ് നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും. നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണം ഇന്ന് ആരംഭിച്ചു. കൊച്ചി മുസരിസ് ബിനാലെ 6ാം പതിപ്പിന് നാളെ തുടക്കം. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ വൈകിട്ട് 5:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഉദ്ഘാടനം ചെയ്യും. 110 ദിവസം നീണ്ടുനിൽക്കുന്ന ബിനാലയ്ക്ക് 2026 മാർച്ച് 31-ന് സമാപനമാകും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക 18 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ വൺ വേ സ്പെഷ്യൽ സർവീസ് നടത്തും. മറ്റന്നാൾ രാവിലെ 7:45-ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് തിങ്കളാഴ്ച രാത്രി 7-ന് ഹസ്രത്ത് നിസാമുദ്ദീനിൽ എത്തിച്ചേരും. മുൻകൂർ റിസർവേഷനുകൾ ആരംഭിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.